ഓരോ കുഞ്ഞും ഒരു രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നവരാണ്. അവർക്ക് ശരിയായ വിദ്യാഭ്യാസവും വിവേകവും പകർന്നു നൽകുക എന്നത് ഓരോ പൗരൻ്റെയും ധർമ്മമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ സംസ്ഥാനത്തൊട്ടാകെ നിർമ്മാണം പൂർത്തീകരിച്ച 30 സ്മാർട്ട് അംഗൻവാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ഈ യോഗത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളാണ്. അധ്യക്ഷനായി ബഹുമാനപ്പെട്ട ആരോഗ്യ ശിശു വികസന വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് അവർകളെ ക്ഷണിക്കുന്നു. ഒപ്പം സ്വാഗതം ആശംസിക്കുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട പാറശാല നിയോജക മണ്ഡലം MLA ശ്രീ CK ഹരീന്ദ്രൻ അവർകളെ ബഹുമാന പുരസ്സരം ക്ഷണിക്കുന്നു. ഏറെ സ്നേഹമുള്ള കേരളത്തിലെ
ആരോഗ്യവും വനിതാ ശിശു വികസനവും വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീമതി വീണ ജോർജ് അവർകൾ, ആദരണീയനായ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ, ശ്രീ ശശി തരൂർ, അദ്ദേഹം എത്തിയിട്ടില്ല, അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, പ്രസിഡന്റ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് എത്തിച്ചേർന്നിട്ടില്ല, ഡോക്ടർ ഷർമിള മേരി ജോസഫ് IAS, പ്രിൻസിപ്പൽ സെക്രട്ടറി വനിതാ ശിശു വികസന വകുപ്പ്, ശ്രീമതി അനുകുമാരി IAS, ജില്ലാ കളക്ടർ തിരുവനന്തപുരം, ശ്രീ വി താണുപിള്ള, പ്രസിഡന്റ് പെരിങ്ങഴവിള ബ്ലോക്ക് പഞ്ചായത്ത്, ശ്രീമതി R ചെറുപുഷ്പം, പ്രസിഡന്റ് ഒറ്റശേഖരമംഗലം ഗ്രാമപഞ്ചായത്ത്, ശ്രീമതി അൻസരിത റസൽ, ശ്രീമതി R സിമി, വൈസ് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത്, ശ്രീ T വിനോദ്, ചെയർമാൻ വികസനകാര്യം പെരിങ്ങഴവിള ബ്ലോക്ക് പഞ്ചായത്ത്, ശ്രീമതി IR സുനിത, ക്ഷേമകാര്യം ചെയർമാൻ, ശ്രീ J ഷൈൻകുമാർ, ശ്രീ G ലാൽകൃഷ്ണൻ, ഡിവിഷൻ മെമ്പർ, ശ്രീ ഗോകുൽ GG, വാർഡ് മെമ്പർ, ശ്രീ സന്ദീപ് KG, ചീഫ് എഞ്ചിനീയർ, ശ്രീമതി ഹരിത V കുമാർ, ഡയറക്ടർ വനിതാ ശിശു വികസന വകുപ്പ് അടക്കം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ, CPIM KS മോഹനൻ, CPI വാഴിച്ചൽ ഗോപൻ, INC അഡ്വക്കേറ്റ് ഗിരീഷ് കുമാർ, BJP RS അഖിൽ, ഇതിനെല്ലാം പുറമേ ഈ സ്കൂള്, ഇതിൻ്റെ ഓഡിറ്റോറിയം നമുക്കായി ഇന്ന് DOയുടെ സാങ്ഷൻ പ്രകാരം അവധിയാക്കി മാറ്റി പകരം മറ്റൊരു ദിവസം വർക്കിംഗ് ഡേ ആയി അംഗീകാരം വാങ്ങി ഈ അങ്കണം, സ്കൂൾ അങ്കണം നമുക്കായി അനുവദിച്ച ഇതിൻ്റെ മാനേജർ ശ്രീ അഡ്വക്കേറ്റ് വേണുഗോപാലൻ നായർ, മറ്റ് ഉദ്യോഗസ്ഥ മേധാവികൾ, അംഗനവാടി വർക്കർമാർ, ഹെൽപ്പർമാർ, സഹോദരന്മാരെ, ഇത്തരമൊരു സംസ്ഥാനതല പരിപാടി സംഘടിപ്പിക്കണം എന്ന് തീരുമാനിച്ചത് ബഹുമാന്യനായ മുഖ്യമന്ത്രിയും അതുപോലെ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് അവർകളും കൂടെ ചേർന്നിട്ടാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ച്, നമ്മുടെ നാടിൻ്റെ സ്ഥിതിയെക്കുറിച്ച്. കേരളത്തിൽ 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ പല മേഖലയിലും എന്നതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും ഒരു കരുതലായി മാറാൻ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞമെന്ന പേരിൽ ആവിഷ്കരിച്ച പരിപാടിയുമായി 5 വർഷം നമ്മൾ മുന്നോട്ട് പോയി. 5 വർഷത്തെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി സെക്കൻഡറി തലം വരെയുള്ള വിദ്യാഭ്യാസ മേഖലയിൽ വമ്പിച്ച ഒരു കുതിച്ചുചാട്ടവും വളർച്ചയുണ്ടായി. അതുവരെ റെക്കഗ്നൈസ്ഡ് സ്കൂളുകളിലും മറ്റ് സെൽഫ് ഫൈനാൻസിങ് സ്കൂളുകളിലുമൊക്കെ പോയിക്കൊണ്ടിരുന്ന കുട്ടികൾ തിരിച്ച് ഗവൺമെൻറ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ആരംഭിച്ചതോടുകൂടി തിരിച്ചു വരാൻ തുടങ്ങി. ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യം പുതിയ തലമുറയെ പഠിപ്പിക്കാനും ആധുനിക വിദ്യാഭ്യാസം അവർക്ക് സ്വന്തമായി ലഭിക്കാനുമുള്ള സൗകര്യങ്ങൾ, പശ്ചാത്തല സൗകര്യങ്ങൾ അതെല്ലാം വിപുലീകരിച്ചു. അക്കാഡമി രംഗത്തും സിലബസിലെ ആവശ്യം വേണ്ടുന്ന മാറ്റങ്ങൾ തുടങ്ങി നാനാരംഗത്തും ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. തകർന്നുകൊണ്ടിരുന്ന വിദ്യാഭ്യാസ മേഖല അഥവാ സെൽഫ് ഫൈനാൻസിങ് സ്കൂളുകളെ ആശ്രയിച്ച് വിദ്യാഭ്യാസം കൊടുത്തു പോന്നിരുന്ന പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന പേരിൽ നടപ്പിലാക്കിയ പദ്ധതി അവരെ അത്ഭുതപ്പെടുത്തി ആശാവഹമായ പുരോഗതിയും നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞു. പക്ഷേ 2021 ഈ ഗവൺമെൻറ് കേരളത്തിൽ വരുമ്പോൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് അവിടെ മാത്രം വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റം വരുത്തിയാൽ പോരാ, ഒരു കരുതലായി മാറേണ്ടത് ഉന്നത പഠന മേഖലയിലും പ്രീ മേഖലയിലും അഥവാ പ്രീ സ്കൂൾ മേഖലയിലും പ്രത്യേകിച്ച് അംഗനവാടി മേഖലയിലും
കാര്യമായ മാറ്റവും ചലനവും വരുത്തിയാൽ മാത്രമേ ഭാവി സുരക്ഷിതമാക്കാനാവൂ, ഒരു കരുതലായി ഒരു സംസ്ഥാന ഗവൺമെൻറ് മാറാൻ പറ്റൂ, ഒരു സമൂഹത്തിൻ്റെ കരുതലായി മാറാൻ പറ്റൂ. കാരണം ഈ കാര്യത്തിൽ ഒരു സയൻറ്റിഫിക്കായ അപ്രോച്ചാണ്, ശാസ്ത്രീയമായിട്ടുള്ള ഒരു സമീപനമാണ് കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിച്ചത്. ബുദ്ധിയുടെ വികാസം മുഖ്യമായും 6 വയസ്സുവരെ 0 to 6 എന്ന് പറയുന്നതല്ല, യഥാർത്ഥത്തിൽ -0 to 6 എന്ന നിലയിൽ എടുക്കണം. -0 to 6 എന്ന നിലയിൽ ഗർഭപാത്രത്തിൽ ഗർഭമുണ്ടാവുന്നതിനെ തുടർന്ന് തന്നെ ഗർഭിണികൾക്കും കുഞ്ഞിനെ പേറുന്ന അമ്മമാർക്കും ആവശ്യമായിട്ടുള്ള പോഷകാഹാരങ്ങൾ, പരിപോഷണം, ആവശ്യമായിട്ടുള്ള സേഫ്റ്റി സംവിധാനങ്ങൾ എല്ലാം ഒരുക്കിയാൽ മാത്രമേ പുതിയ തലമുറ ആരോഗ്യമുള്ളൊരു തലമുറയായി ഭാവിയിൽ രാജ്യത്തിന് മാതൃകയാക്കി അവരെ ഉയർത്തിയെടുക്കാനാവൂ എന്ന ഒരു സയൻറ്റിഫിക്കായ ശാസ്ത്രീയമായ ഒരു സമീപനത്തോടു കൂടിയാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഒരു മാറ്റം വരുത്തുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായി ആദ്യം അംഗനവാടി ടീച്ചർമാർക്കും അഥവാ വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും നിരാശപ്പെടേണ്ടതില്ല, അതുവരെ ലഭിച്ച ശമ്പളത്തിൽ ഒരു ചെറിയ വർധനവ് സംസ്ഥാനത്തിന് ഗവൺമെൻറ്റിന് കൊടുക്കാൻ കഴിഞ്ഞു. ഈ ശമ്പളം വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും തരുന്ന ശമ്പളത്തിൽ ഒരു വിഹിതം കേന്ദ്ര ഗവൺമെൻറ്റാണ്, ബാക്കി സംസ്ഥാന ഗവൺമെൻറ്റാണ്. സംസ്ഥാന ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ലോക്കൽ സബ് ഗവൺമെൻറ്റുകളുടെ വിഹിതവും പ്ലാൻ വിഹിതവും വരുമ്പോൾ അവരുടെയും ഒരു പങ്കാളിത്തം ഈ കാര്യത്തിൽ വരുന്നുണ്ട്. അത് പഞ്ചായത്തുണ്ട്, ബ്ലോക്കുണ്ട്, ജില്ലാ പഞ്ചായത്തുണ്ട്. അവരുടെയും കൂടെ സഹായത്തോടു കൂടി ഏകദേശം 300 രൂപ സംസ്ഥാന ഗവൺമെൻറ് വിഹിതവും 2700 രൂപ കേന്ദ്ര വിഹിതവും ചേർത്തുകൊണ്ടാണെന്ന് 12,000-ഓളം രൂപ അംഗനവാടി വർക്കർമാരുടെ കൈകളിലെത്തുന്നത്. അവർക്കൊരു ആത്മവിശ്വാസം പകരണം, അവർ നടത്തുന്ന അധ്വാനത്തിന് മെച്ചപ്പെട്ട വേതനം ലഭിക്കണമെന്ന് കേരളത്തിലെ ഗവൺമെൻറ്റിന് താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ചെറിയ ഒരു വർധനവ് വരുത്തിയത്. പക്ഷേ സംസ്ഥാനമാണ് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ ബഡ്ജറ്റിൽ 1000 കോടി രൂപയാണ് ICDSന് വേണ്ടി മാറ്റിവെച്ചത്, പോഷകാഹാരത്തിനു വേണ്ടി മാറ്റിവെക്കുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത്, നിയമസഭയിൽ പറഞ്ഞത് എനിക്കൊന്നും ഓർമ്മയുണ്ട്, ആഴ്ചയിൽ 2 പ്രാവശ്യം മുട്ടയും പാലും കൊടുക്കണം, പോഷക ഗുണമുള്ള ഭക്ഷണം കൊടുക്കണം ആഴ്ചയിൽ. അതിനുള്ള പൈസ പ്രത്യേകമായി കണ്ടെത്തണം സംസ്ഥാനം. അങ്ങനെ കണ്ടെത്തിക്കൊണ്ടാണ് ഇപ്പോൾ ആഴ്ചയിൽ 2 ദിവസം പാലും മുട്ടയും നൽകി കുട്ടികൾക്ക് ആവശ്യമായ പോഷക ആഹാരം നൽകി അവരുടെ ആരോഗ്യം, മാനസിക ആരോഗ്യം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ അംഗനവാടികൾ ഭക്ഷണം മാത്രം കൊടുത്താൽ പോരല്ലോ, അവർക്ക് ആവശ്യമായിട്ടുള്ള പോഷകാഹാരം കൊടുക്കണം. അതോടൊപ്പം തന്നെ പഠന സൗകര്യവും മെച്ചപ്പെടണം. പല അംഗനവാടികളുടെയും സ്ഥിതി വളരെ ശോചനീയമാണ്. ആവശ്യമായിട്ടുള്ള ശുചിത്വമുള്ള അംഗനവാടികൾ കുറവാണ്. ആവശ്യമായ ഒരു കുടുസുമുറിയിൽ അംഗനവാടികൾ പ്രവർത്തിച്ചാൽ പോരാ, 1-2 മുറികൾ, കൊച്ചു മുറികളുണ്ടാക്കി അതിൽ അംഗനവാടി എന്ന നിലയിൽ ബോർഡ് എഴുതി വെച്ച് കുട്ടികളെ കൊണ്ടുവന്ന് അവരെ പഠിപ്പിച്ച് വൈകുന്നേരം ആകുമ്പോൾ അമ്മമാർ വരുമ്പോൾ, ഉച്ചയാകുമ്പോൾ അമ്മമാർ വരുമ്പോൾ തിരിച്ചു കൊടുത്തേക്കില്ലല്ല. അതുകൊണ്ട് കുട്ടികളുടെ ബൗദ്ധിക മേഖലയിൽ, ദൈക്ഷണിക മേഖലയിലുള്ള വളർച്ച ഉണ്ടാവുമെന്ന് നമ്മൾ കരുതേണ്ടതില്ല. അവർക്കാവശ്യമായ ബുദ്ധിപരമായ വികാസം ലഭിക്കേണ്ട സമയത്ത് ബുദ്ധിപരമായ വികാസം ലഭിച്ചേ മതിയാകും. അതിനാവശ്യമായിട്ടുള്ള പോഷകാഹാരം കിട്ടണം, അതിനാവശ്യമായിട്ടുള്ള പഠന സൗകര്യവും അവർക്ക് നൽകേണ്ടതുണ്ട്. അവിടെയാണ് കേരളത്തിലെ ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഒരു ശക്തമായ നിലപാട് സ്വീകരിച്ചത്. നമ്മുടെ സംസ്ഥാനത്ത് 33,120 വരുന്ന അംഗനവാടികളുണ്ട്. 33,120 അംഗനവാടികൾ, ഏകദേശം 66,240 വർക്കർമാർ, ഹെൽപ്പർമാർ, ഏകദേശം 7.5 ലക്ഷത്തോളം വരുന്ന അംഗനവാടിയിലേക്ക് കടന്നു വരുന്ന കുട്ടികളുടെ നമ്പർ, അംഗസംഖ്യ 7 മാത്രമല്ല 11 ലക്ഷത്തോളം വരുന്ന കുട്ടികളുണ്ട്. 6 മാസം മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ള കേരളത്തിൽ 11 ലക്ഷത്തോളം വരുന്ന കുട്ടികളുണ്ട്. ആ കുട്ടികൾ എല്ലാം അംഗനവാടികൾ വരുന്നില്ല. എന്നാൽ
ഈ പറഞ്ഞ 33,120 അംഗനവാടികളിലായി വരുന്ന ഏകദേശം 7.5 ലക്ഷത്തോളം വരുന്ന കുട്ടികൾക്ക് എല്ലാ സൗകര്യവും ഒരുക്കാനുള്ള ഉത്തരവാദിത്വം കേരളത്തിലെ ഗവൺമെൻറ്റിനുണ്ട്, ICDS-നുണ്ട്, ഈ വകുപ്പിനുണ്ട്, ശിശു വികസന വകുപ്പിനുണ്ട്, ശിശുക്ഷേമ വകുപ്പിനുണ്ട്. അതിനാവശ്യമുള്ള ഫണ്ടാണ് കേരളത്തിലെ ഗവൺമെൻറ് മാറ്റിവെക്കുന്നത് ഓരോ വർഷവും ബഡ്ജറ്റിൽ. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇക്കഴിഞ്ഞ ബഡ്ജറ്റിൽ 1000 കോടി രൂപയാണ് അതിനുവേണ്ടി സംസ്ഥാന ഗവൺമെൻറ് മാറ്റിവെച്ചത്, പ്രഖ്യാപിച്ചത് ധനവകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ. അതുകൊണ്ടും ആയില്ല, 1000 കൊണ്ടും ആയില്ല. 1000 കൊണ്ടെന്തായി? അതിനു പുറമെയാണ് പഞ്ചായത്തുകൾക്ക്, ബ്ലോക്കിന്, ജില്ലാ പഞ്ചായത്തിന് കൊടുക്കുന്ന ഫണ്ടിൽ നിന്ന് ഈ മേഖലയ്ക്ക് വിനിയോഗിക്കുന്നത്. അതുകൊണ്ടും നിന്നില്ല. MLA-മാർ, MP-മാർ, ജനപ്രതിനിധികൾ അവർക്ക് ലഭിക്കുന്ന ഫണ്ടിൽ നിന്ന് ഒരു വിഹിതം വെച്ച് നല്ല അംഗനവാടി കെട്ടിടങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്നത്. തൊഴിലുറപ്പ് മേഖല വഴി അംഗൻവാടി മന്ദിരങ്ങൾ പണിയുന്നതിന് വേണ്ടി 10 ലക്ഷം രൂപ മെറ്റീരിയൽ വർക്കിൽ ഉൾപ്പെടുത്തി ചെയ്യാമെന്ന തീരുമാനം അതിൻ്റെ സ്റ്റേറ്റ് കൗൺസിൽ സ്വീകരിച്ചത്. സ്ഥലം വാങ്ങിയാൽ മതി. അങ്ങനെ അംഗനവാടികളെ സമഗ്രമായ പുരോഗതിയിലേക്ക് കൊണ്ടുപോവുക. ഗർഭിണികളായിട്ടുള്ള അമ്മമാർക്ക്, അതുപോലെ ഗർഭം പേറിയിട്ടുള്ള സമയത്ത് ആവശ്യമായിട്ടുള്ള പോഷകാഹാരം, ടീനേജ് പ്രായത്തിലുള്ള കുട്ടികൾക്ക്, കൗമാരപ്രായമുള്ള കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പോഷകാഹാരവും പരിരക്ഷണവും നൽകുക എന്നത് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ICDS പ്രോജക്റ്റിൻ്റെ ഭാഗമായി കേരളത്തിൽ നടപ്പിലാക്കി വരുന്ന അംഗനവാടികളെ ഏറ്റവും കൊച്ചുകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വവും വളർച്ചയും കൈവരിക്കാനുള്ള അവസരങ്ങൾ പ്രദാനം ചെയ്യാനുള്ള പ്രവൃത്തികൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. അങ്ങനെ കേരളത്തിൽ ഈ വരുന്ന അവരാണ് ഭാവി രാജ്യത്തിൻ്റെ ഉടമകൾ, ഈ സമൂഹത്തിൻ്റെ ഉടമകൾ. ഭാവി നിർണ്ണയിക്കേണ്ടത് അവരാണ്. ആ ഭാവി നിർണ്ണയിക്കേണ്ടവർക്ക് ആ ഭാസുരമായ ഭാവി പ്രദാനം ചെയ്യാൻ ശിശുക്ഷേമ വകുപ്പിനാണ് കഴിയുക. നമുക്കറിയാം, പഴയ കാലത്ത് ബാലവാടികൾ, മഹിളാ സമാജങ്ങൾ, പണ്ട് മഹിളാ സമാജം കണ്ടെത്തും. ഒരു ചെറുപ്പക്കാരി വരുന്നു, ഒരു മഹിളാ സമാജം രൂപീകരിക്കുന്നു, ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നു. പിന്നീട് മഹിളാ സമാജത്തിൻ്റെ കീഴിൽ ബാലവാടികൾ വരുന്നു. ആ ബാലവാടികളാണ് പണ്ടുകാലങ്ങളിൽ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സംരക്ഷണം നൽകി പോന്നിരുന്നത്. ആ ബാലവാടിയെ മുഴുവൻ അബോളിഷ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം 975 ഒരു ദേശീയ പ്രോജക്റ്റ് എന്ന നിലയിൽ അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിക്കുന്നത്. 50 വർഷം എത്തുകയാണ്. 50 വർഷം ഈ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ തുടങ്ങിയിട്ട് അതിൻ്റെ സുവർണകാലം 50 വർഷക്കാലം. ആ 50 വർഷം കാലം തികയുന്ന ഒരു കാലയളവിലാണ് ഇന്നത്തെ മാറ്റത്തിനനുസരിച്ച്, ആധുനിക കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ആധുനിക രംഗത്ത് അംഗനവാടികൾ എങ്ങനെയാവണം എന്നതിനെക്കുറിച്ച് ഒരു പൊതുബോധം സമൂഹത്തിൽ സൃഷ്ടിക്കാനും അതിനുവേണ്ടി നേതൃത്വം കൊടുക്കാനും കേരളത്തിലെ ഗവൺമെൻറ് മുന്നോട്ട് വന്നത്. ഇന്നെന്താവണം? കാലം മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ, കാലം ആധുനികമാകുന്ന സാഹചര്യത്തിൽ ഈ കൊച്ചുകുട്ടികളുടെ ഭാവി എന്താവണമെന്ന് നിർണ്ണയിക്കണമെങ്കിൽ ആധുനിക കാലത്തെ മുഴുവൻ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു തലമുറയായി അവരെ വളർത്തിയെടുക്കണം. അതിനുവേണ്ടി സ്മാർട്ട് അംഗനവാടികൾ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച മാതൃകയാണ് കേരളത്തിൽ. അംഗനവാടികളുടെ പ്രവർത്തനത്തിൽ ഇന്ന് മാതൃകയായി ഈ കേരള സംസ്ഥാനം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു സംസ്ഥാനത്തിനുമില്ല, ഗുജറാത്ത് പോലുമില്ല എന്ന് നിങ്ങൾ കരുതണം. പ്രധാനമന്ത്രിയുടെ നാടാണ്, അവിടെ പോലുമില്ല. ഈ കേരളത്തിൽ മാത്രമാണ് ഈ 10,000-കണക്കിന് വരുന്ന അംഗനവാടികളും അതിൽ പണിയെടുക്കുന്ന വർക്കർമാരും ഹെൽപ്പർമാരും ചേർന്നുകൊണ്ട് സമൂഹത്തെ സംരക്ഷിച്ചു പോരുന്നത്. അംഗനവാടി വർക്കർമാരെയും ഹെൽപ്പർമാരുടെയും സ്ഥിതി നമുക്കറിയാം. ഏതോ നാഷണൽ പ്രോജക്റ്റ് വന്നാലും, ഏത് സർവേ വന്നാലും, വോട്ട് ചേർക്കലടക്കം വരുന്ന എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഉത്തരവാദിത്വം അംഗനവാടി വർക്കർമാരെയാണ്, ഹെൽപ്പർമാരെയാണ് ഏൽപ്പിക്കുന്നത്. അവിടെ ജോലിഭാരം വർദ്ധിക്കുന്നുണ്ട്. ഈ മതിയായ വേതനം പോരാ. ഈ കാര്യത്തിലെല്ലാം വ്യക്തമായ കാഴ്ചപ്പാട് നമുക്കുണ്ട്. എങ്കിലും അംഗനവാടികളുടെ വളർച്ചയും സമഗ്ര പുരോഗതിയും ലക്ഷ്യം വയ്ക്കുമ്പോൾ അംഗനവാടികൾ പഴയതുപോലെ 1-2 കുടുസുമുറിയിൽ പ്രവർത്തിക്കേണ്ടതല്ല. വിശാലമായ പ്രതലമുണ്ടാവണം.
ഡിസിപ്ലിൻ ഉണ്ടാവണം, നല്ല ഫ്ലോറുകൾ ഉണ്ടാവണം, കളിപ്പാട്ടങ്ങൾ ഉണ്ടാവണം, പെയിന്റ് അടിച്ച കെട്ടിടങ്ങൾ ഉണ്ടാവണം, കണ്ടാൽ നല്ല ഭംഗി ഉണ്ടാവണം, അലങ്കാരം കൊണ്ട് നിറയ്ക്കണം. കുട്ടികളുടെ ബുദ്ധി വികസിക്കുന്ന കാലത്ത് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ, പശ്ചാത്തല സൗകര്യം ഒരുക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അംഗനവാടികൾ നിർമ്മിച്ചു വരുന്നത്. ഇവിടെ ഒറ്റശേഖരംകുളം പഞ്ചായത്തിൽ മാത്രം 3 അംഗനവാടികൾ സ്മാർട്ട് അംഗനവാടികളായി മാറുകയാണ്. അതിലൊന്നാണ് ഇന്നിപ്പോൾ ഈ കൊലവറയ്ക്ക് സമീപമായി കേരളത്തിലെ ബഹുമാന്യ ശിശു വികസന വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ, ശ്രീമതി വീണ ജോർജിൻ്റെ അധ്യക്ഷതയിൽ ചേരുന്ന ഈ യോഗത്തിൽ വെച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത് ഈ അംഗനവാടിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ കേരളത്തിൽ 30 അംഗനവാടികൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ്. സ്മാർട്ട് അംഗനവാടികൾ, എല്ലാ സൗകര്യവുമുണ്ട്. എല്ലാ സൗകര്യവും എന്ന് പറഞ്ഞാൽ പെയിൻ്റ് അടിക്കും, നല്ല പെയിൻ്റായിരിക്കും, നല്ല കളറായിരിക്കും, നല്ല കളർ പെയിൻ്റായിരിക്കും അടിക്കുന്നത്. ഡിജിറ്റൽ ബോർഡുകളുണ്ടാവും. ആനയെന്ന് പറഞ്ഞാൽ അംഗനവാടി ടീച്ചറുടെ ഭാവനയിലൊത്ത ആനയല്ല, ശരിയായ ആന കടന്നു വരുന്ന ബോർഡായിരിക്കും, ഇൻട്രാക്റ്റീവ് ബോർഡായിരിക്കും അവരുടെ മുമ്പിൽ തെളിയുന്നത്. ശരിയായ ആന, അല്ലെങ്കിൽ നമ്മുടെ അംഗനവാടി വർക്കറുടെ ഭാവനയ്ക്കൊത്ത ആനയായിരിക്കും വരച്ച് കാണിച്ചു കൊടുക്കാൻ കഴിയുന്നത്. അതല്ല, മാറുന്നു. അങ്ങനെ നമ്മുടെ നാടിൽ യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള പഠനം അവർക്ക് നൽകുന്നതിന് വേണ്ടിയും അടിസ്ഥാന വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയും ഈ അംഗനവാടികളെ ഏറ്റവും വലിയ സമഗ്രമായ പുരോഗതിയിലേക്ക് നയിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അംഗനവാടികളെ മുഴുവൻ സ്മാർട്ട് അംഗനവാടിയാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലേക്ക് ഏർപ്പെട്ടിട്ടുള്ളത്. പെരിങ്ങടുള്ള ബ്ലോക്ക് മേഖലയിൽ എനിക്കറിയാം, എൻ്റെ മണ്ഡലത്തെ 8 പഞ്ചായത്ത് അടങ്ങുന്നതാണ് പെരിങ്ങടുള്ള ബ്ലോക്ക്. ഈ 8 ബ്ലോക്കുകളിൽ ഇനി ഓരോ പഞ്ചായത്തായി എടുത്ത് ആവശ്യമായിട്ടുള്ള സൗകര്യമുണ്ടോ, സ്ഥലമുണ്ടോ, കെട്ടിടമുണ്ടോ എന്നെല്ലാം പരിശോധിച്ചു. പെരിങ്ങടുള്ള പഞ്ചായത്തിൽ 2 അംഗനവാടികൾക്കാണ് കെട്ടിടം വരേണ്ടത്. ബാക്കി എല്ലാ സൗകര്യങ്ങളും ആ പഞ്ചായത്തിൽ ഒരുങ്ങി. അങ്ങനെ ഓരോ പഞ്ചായത്തും എടുക്കുകയാണ്. 286 അംഗനവാടികളുണ്ട്. ആ 286 അംഗനവാടികൾക്കും ആവശ്യമായ കെട്ടിടങ്ങൾ, അതിനുള്ള സൗകര്യങ്ങൾ അതുവഴി ഏർപ്പെടുത്താനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിവിടെ ഞാൻ CDPയോട് പറഞ്ഞു, ഏറ്റവും ഡെസർവിംഗ് ആയിട്ടുള്ള വിഷമമുള്ള ഒരു അംഗനവാടിയെ സ്മാർട്ട് അംഗനവാടിയാക്കാനുള്ള ഫണ്ട് ഒരു CSR ഫണ്ട് ഉപയോഗിച്ച അനുവാദം വാങ്ങിയിട്ടുണ്ട് എന്ന വിവരം അറിയിക്കുകയാണ്. അതിന്നിവിടെ നമ്മുടെ ശർമ്മള മാഡം ഇവിടെ പ്രഖ്യാപിക്കും ആ അംഗനവാടി ഏതെന്ന്. അവർക്ക് CSR ഫണ്ട് വെച്ച ഒരു അംഗനവാടിയെ ഇതിനു പുറമേ സ്മാർട്ട് അംഗനവാടിയാക്കുകയാണ്. അങ്ങനെ പൊതുസമൂഹത്തിൻ്റെ സഹായത്തോടു കൂടി, അങ്ങനെ സ്പോൺസർ ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തികൾ, അതുപോലെ കോർപ്പറേറ്റുകൾ മുന്നോട്ട് വന്നാൽ അംഗനവാടികളെ സമഗ്ര പുരോഗതിയിലേക്ക് നയിക്കാനും സ്മാർട്ട് അംഗനവാടി ആക്കാനുമുള്ള പരിശ്രമം നമുക്ക് കൂട്ടായി നടത്താം. ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത് ഗവൺമെൻറ് ചെയ്യുകയും ലോക്കൽ സബ് ഗവൺമെൻറ്റുകൾ ചെയ്യേണ്ടത് ലോക്കൽ സബ് ഗവൺമെൻറ് ചെയ്യുകയും രാഷ്ട്രീയ പാർട്ടികളും സാമൂഹ്യ പ്രസ്ഥാനങ്ങളും ഇക്കാര്യത്തിൽ ശരിയായിട്ടുള്ള അവബോധത്തോടു കൂടി ഇവയെ സഹായിക്കാനും മുന്നോട്ട് വന്നാൽ പുതിയ തലമുറ ആരോഗ്യമുള്ളൊരു തലമുറയായി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനുവേണ്ടി ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കാം എന്ന കാര്യം കൂടെ ഈ സന്ദർഭത്തിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ഉത്തരവാദിത്വത്തിലേക്ക്, കടമയിലേക്ക് ഞാൻ കടക്കുകയാണ്. ഈ സംസ്ഥാനതല ഈ സമയം ഇത് ഓൺലൈനായി 30 കേന്ദ്രങ്ങളിൽ എത്തുകയാണ്. ഈ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ഓൺലൈൻ വഴി എത്തുന്നത് കേരളത്തിലെ ഈ നാടിൻ്റെ വളർച്ചയിൽ, പുരോഗതിയിൽ, ഒരു പുതിയ കേരളം പടുത്തുയർത്തുന്നതിൽ, ഒരു നവകേരള സൃഷ്ടിക്ക് വേണ്ടി മുന്നോട്ട് പോകുന്നതിൽ, ഈ സംസ്ഥാനത്തെ ഒരു ജ്ഞാനസമൂഹമായി പരിവർത്തിപ്പിക്കുന്നതിൽ ഉജ്ജ്വല നേതൃത്വമായി കേരളത്തിൽ ഒരു ഭരണാധികാരി എന്ന നിലയിൽ അതിനുവേണ്ടി നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ ആരാധ്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. അദ്ദേഹത്തെ ഹൃദയപൂർവ്വം ഈ സന്ദർഭത്തിൽ ഞാൻ സ്വാഗതം നേരുകയാണ്. ഈ സംസ്ഥാനതല ഉദ്ഘാടനത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് കേരളത്തിലെ ശിശു വികസനം, അതിൻ്റെ വകുപ്പ്, ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശ്രീമതി വീണ ജോർജാണ്. അവർ ഈ യോഗം തീരുന്നതിന് മുമ്പ് ഇവിടെ എത്തിച്ചേരും. നാളെ ഒരു ക്യാൻസർ ക്യാമ്പയിൻ ആരംഭിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഈ ക്യാൻസറിൻ്റെ ഒരു തലസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. പല കാരണങ്ങളാണ്, അതിലേക്കൊന്നും ഞാനിപ്പോൾ കിടക്കുന്നില്ല. അങ്ങനെ ഒരു ക്യാൻസർ എന്ന രോഗത്തിൻ്റെ മഹാരോഗത്തിൻ്റെ തലസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൽ
വിപുലമായിട്ടുള്ളൊരു ക്യാമ്പയിൻ സംഘടിപ്പിക്കണമെന്ന ആരോഗ്യവകുപ്പിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായി നാളെ രാവിലെ മുതൽ അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആരംഭിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രസ് മീറ്റിങ്ങിൽ 10:30 മുതൽ അറ്റൻഡ് ചെയ്യേണ്ടതുള്ളത് കൊണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി അവിടെ മസ്കറ്റ് ഹോട്ടലിൽ അതിൻ്റെ പ്രസ് മീറ്റിംഗ് നടത്തുകയാണ്. നടത്തി ഇപ്പോൾ ഏകദേശം തീർന്നിട്ടുണ്ടാവും. അവിടെ നിന്ന് യാത്ര തിരിക്കും. മിക്കവാറും അരമണിക്കൂർ കഴിയുമ്പോൾ ഇവിടെ എത്തിച്ചേരും. ആ ആരോഗ്യവകുപ്പ് മന്ത്രി ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മുടെ ഈ യോഗത്തിൽ സംസാരിക്കുന്നതും സ്മാർട്ട് അംഗനവാടി ഉദ്ഘാടനം ചെയ്യുന്നതും സ്ഥലത്ത് വന്ന് നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതും. അങ്ങനെ അധ്യക്ഷത വഹിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനതല ചടങ്ങിന് അധ്യക്ഷത വഹിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീമതി വീണ ജോർജ് അവരുകളെ ഈ സന്ദർഭത്തിൽ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം നേരുകയാണ്. MBA ക്ഷണിച്ചിരുന്നു, വന്നില്ല. അദ്ദേഹത്തിനും സ്വാഗതം നേരുകയാണ്. അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, പ്രസിഡന്റ്, തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത്, അദ്ദേഹവും എത്തിച്ചേർന്നിട്ടില്ല. മറ്റൊരു പൊതു പരിപാടിയുണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, അതുകൊണ്ട് എത്തിച്ചേർന്നിട്ടില്ല. അദ്ദേഹത്തിനും സ്വാഗതം നേരുകയാണ്. ഡോക്ടർ ശർമിള മേരി ജോസഫ് IAS, പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്, വനിതാ ശിശു വികസന വകുപ്പ്. ചാർജ് എടുത്തതിന് ശേഷം ഈ രംഗത്ത് ഒരുപാട് മാറ്റം, വിപ്ലവകരമായിട്ടുള്ള മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെ വളരെ ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം നേരുകയാണ്. ശ്രീമതി അനുകുമാരി IAS, തിരുവനന്തപുരം ജില്ലാ കളക്ടറാണ്. അവർക്കും ഒരു പ്രധാനപ്പെട്ട ഒഫീഷ്യലായിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു പരിപാടിയുണ്ട്. ഓൺലൈനിൽ കയറാമെന്ന് പറഞ്ഞു. മിക്കവാറും ഓൺലൈനിൽ കയറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവരെയും ജില്ലാ കളക്ടറെയും ഞാൻ ഈ സന്ദർഭത്തിൽ സ്വാഗതം നേരുകയാണ്. ശ്രീ താണുപിള്ള, പെരിങ്ങൽപിള്ള ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ്. കഴിഞ്ഞ 2 വർഷക്കാലമായി ഈ ബ്ലോക്ക് മേഖലയിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു പോരുന്ന ശ്രീ വി താണുപിള്ളയെ പെരിങ്ങൽപിള്ള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വാഗതം നേരുകയാണ്. ശ്രീമതി R ചെറുപുഷ്പം, ഒറ്റശേഖരമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, ഈ പഞ്ചായത്തിൻ്റെ വിവിധ വികസനവുമായി യോജിച്ച് വെക്കൊണ്ടിരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് സ്വാഗതം നേരുകയാണ്. ശ്രീമതി അൻസജിത റസൽ എത്തിച്ചേർന്നിട്ടില്ല, സ്വാഗതം നേരുന്നു. ശ്രീമതി R സെമി, വൈസ് പ്രസിഡന്റ്, പെരിങ്ങൽകുളം ബ്ലോക്ക് പഞ്ചായത്ത്, വികസന കാര്യങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്തിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന വൈസ് പ്രസിഡന്റ് സ്വാഗതം നേരുകയാണ്. ശ്രീ T വിനോദ്, ചെയർമാൻ, വികസനകാര്യം, പെരിങ്ങൽകുളം ബ്ലോക്ക് പഞ്ചായത്ത്, സ്വാഗതം നേരുകയാണ്. ശ്രീമതി IR സുനിത, ചെയർമാൻ, ക്ഷേമകാര്യം, പെരിങ്ങൽകുളം ബ്ലോക്ക് പഞ്ചായത്ത്, സ്വാഗതം നേരുകയാണ്. ശ്രീ ഷൈൻകുമാർ, ചെയർമാൻ, ആരോഗ്യ വിദ്യാഭ്യാസം, പെരിങ്ങൽകുളം ബ്ലോക്ക് പഞ്ചായത്ത്, സ്വാഗതം നേരുന്നു. ശ്രീ G ലാൽകൃഷ്ണൻ, 2.5 വർഷക്കാലം ബ്ലോക്ക് പ്രസിഡന്റായിരുന്നു. ആ കാലത്താണ് ഈ സ്മാർട്ട് അംഗനവാടികൾക്ക് വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് നീങ്ങുന്നത്. അദ്ദേഹം തിരഞ്ഞെടുത്ത 3 അംഗനവാടികൾ ഒരെണ്ണമാണ് ഇന്നിപ്പോൾ സ്മാർട്ട് അംഗനവാടിയായി മാറുന്നത്. മാതൃകാപരമായിട്ടുള്ള വികസന കാര്യങ്ങൾ, മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുന്ന ശ്രീ ലാൽകൃഷ്ണനെ, ഈ ഡിവിഷൻ്റെ മെമ്പർ കൂടിയായ ലാൽകൃഷ്ണൻ സ്വാഗതം നേരുന്നു. ശ്രീ ഗോകുൽ, ഈ സ്കൂളിലിരിക്കുന്ന ഈ വാർഡിൻ്റെ മെമ്പർ ശ്രീ ഗോകുലിനെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ സന്ദീപ് KG, ചീഫ് എഞ്ചിനീയർ, ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന, നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കുന്ന LSTD എഞ്ചിനീയർ ശ്രീ സന്ദീപ് KG, ചീഫ് എഞ്ചിനീയറെ സ്വാഗതം ചെയ്യുന്നു. നന്ദി രേഖപ്പെടുത്താനെത്തിയത് ശ്രീമതി ഹരിത V കുമാർ. ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഞാൻ അന്വേഷിച്ചപ്പോൾ ഹരിത V കുമാർ ഇക്കഴിഞ്ഞ വനിതകളുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ, വനിതാ ജംഗ്ഷൻ, ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിരുന്നു. നിങ്ങൾക്കറിയാമായിരിക്കും ആളിനെ. നെയ്യാറ്റിൻകരയാണ് അവരുടെ വീട്, നമ്മുടെ നാട്ടുകാരിയാണ്. ഈ കേരളത്തിലെ IASൽ രണ്ടാമത് ടോപ്പറായി പ്രഖ്യാപിക്കപ്പെട്ട ഒരു സിവിൽ സർവീസ് മേഖലയിൽ വലിയ വിജയം കാഴ്ചവെച്ച നെയ്യാറ്റിൻകരയുടെ അഭിമാനം, തിരുവനന്തപുരത്തിൻ്റെ അഭിമാനമാണ് ഹരിത V നായർ. അവർ സിവിൽ സർവീസ് മേഖലയിൽ 2 ജില്ലകളിൽ, തൃശ്ശൂരും ആലപ്പുഴയും 2 ജില്ലകളുടെ കളക്ടറായി സേവനമനുഷ്ഠിച്ച ഭരണനിർവഹണ രംഗത്ത് അവരുടെ ഉത്തരവാദിത്വം എന്താണെന്ന് തെളിയിച്ച് ഈ കേരളീയ സമൂഹത്തിന് തെളിയിച്ചു കൊടുത്ത നമ്മുടെ നാട്ടുകാരിയായ, അവരെ അച്ഛനെയും എല്ലാവരെയും എനിക്ക് നേരിട്ടറിയാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത്രമാത്രം
ബന്ധമുള്ള നമ്മുടെ നെയ്യാറ്റിൻകരക്കാരിയായിട്ടുള്ള ഹരിത വി കുമാറിനെ ഈ നന്ദി രേഖപ്പെടുത്താനാണെങ്കിലും നിങ്ങൾ ഒരു വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുന്നുണ്ട്. അവരെയും ഈ സന്ദർഭത്തിൽ ഞാൻ അവർക്കും സ്വാഗതം നേരുന്നു. ഇനി ആർക്കെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും സ്വാഗതം നേരുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ, പറയാം, ജനപ്രതിനിധികളെ മാത്രമാണ് ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ, ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികളുണ്ട്, കുറേ പേര് വച്ചിട്ടില്ല, മിക്കവാറും അവരെല്ലാം ഈ വേദിയിലുണ്ട്. അവരെ ഓരോരുത്തരെ പേരെടുത്ത് പറയുന്നില്ല. എല്ലാവർക്കും, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർക്ക് എല്ലാവർക്കും സ്വാഗതം നേരുന്നു. CPIM-ന്റെ ഏരിയ സെക്രട്ടറി ശ്രീ KS മോഹനൻ എത്തിച്ചേർന്നിട്ടുണ്ട്, വന്നിട്ടില്ല, സ്വാഗതം നേരുന്നു. CPI-യുടെ ബാഴിച്ചൽ ഗോപൻ ഇവിടുത്തെ മണ്ഡലം സെക്രട്ടറി, സ്വാഗതം നേരുന്നു. INC-യുടെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് അഡ്വക്കേറ്റ് ഗിരീഷ് കുമാർ ഇവിടെ ഉണ്ട്, അദ്ദേഹത്തിന് സ്വാഗതം നേരുന്നു. BJP-യുടെ നേതാവ് RS അഖിൽ, അവരെ ഈ അഖിലിന് സ്വാഗതം നേരുന്നു. പിന്നെ ഉദ്യോഗസ്ഥ മേധാവികളായിട്ടുള്ള ഒരുപടി ആളുകളുണ്ട്. അവരെല്ലാം ഈ സന്ദർഭത്തിൽ എല്ലാവരെയും ഞാൻ പേരെടുത്ത് ഓരോന്നോരോന്നായി പറയാനുള്ള സമയ ചുരുക്കമുള്ളത് കൊണ്ട് JD ഉണ്ട്, ഇന്നലെ മുതൽ ഇവിടെ ക്യാമ്പ് ചെയ്താണ് JD ജോയിൻറ്റ് ഡയറക്ടർ, പേര് ഷീബ അല്ലേ, ശിവന്യ, അതുപോലെ എല്ലാവരും ഉണ്ട്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല. എല്ലാം ക്യാമ്പ് ചെയ്താണ് ഇത് ജയിപ്പിച്ചത്. എല്ലാവർക്കും സ്വാഗതം നേരുന്നു. പിന്നെ ഒരാളിനെ ഞാൻ അവസാനം വയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ വിട്ടു തന്നെ ആളിനെ നമുക്ക് മറക്കാൻ പറ്റൂ. ഈ സ്കൂളിൻ്റെ മാനേജർ അഡ്വക്കേറ്റ് വേണുഗോപാലൻ നായർ, അദ്ദേഹം വേദിയിലുണ്ട്. അദ്ദേഹത്തെയും ഹൃദയപൂർവ്വം അദ്ദേഹത്തിനും സ്വാഗതം നേരുന്നുണ്ട്. വന്ന് ചേർന്ന അംഗനവാടി വർക്കർമാർ, അംഗനവാടി ഹെൽപ്പർമാർ, അതുപോലെ ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, ഈ നാട്ടിലെ ബഹുജനങ്ങൾ, ഗ്രാമപഞ്ചായത്തിലെ മറ്റ് ഇതര മെമ്പർമാർ, എല്ലാവരെയും, ആരോഗ്യ പ്രവർത്തകരുണ്ട് ഈ പഞ്ചായത്തിലെയും ബ്ലോക്ക് മേഖലയിലെയും, എല്ലാവരെയും ഈ സന്ദർഭത്തിൽ സ്വാഗതം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുന്നതായി അറിയിക്കുന്നു. നിങ്ങൾക്ക് ഒരു നന്മയുണ്ടാവട്ടെ. അടുത്തതായി അധ്യക്ഷ പ്രസംഗമാണ്. ശ്രീമതി വീണ ജോർജ് ഓൺലൈനായി അധ്യക്ഷ പ്രസംഗം നടത്തുന്നതാണ്. അതിനുശേഷം ശ്രീമതി വീണ ജോർജ് ഇവിടെ എത്തിച്ചേരുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, ബഹുമാനീയരായിട്ടുള്ള ശ്രീ CK ഹരീന്ദ്രൻ MLA അടക്കം ഈ പരിപാടിയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്ന ബഹുമാനീയരായിട്ടുള്ള MLA-മാർ, ബഹുമാനീയരായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രിയങ്കരിയായ ഡോക്ടർ ഷർമിള മേരി ജോസഫ് IAS, ഡയറക്ടർ പ്രിയപ്പെട്ട ശ്രീമതി ഹരിത IAS, ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് ജോയിൻ ചെയ്യുന്ന ശ്രീമതി അനുകുമാരി IAS, മറ്റ് ജില്ലാ കളക്ടേഴ്സ്, പ്രിയപ്പെട്ട ഓഫീസേഴ്സ്, വാർഡ് മെമ്പർമാർ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവരെ, വനിതാ ശിശു വികസന വകുപ്പിലെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, മാതാപിതാക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, വളരെയേറെ സന്തോഷത്തോടെയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. കാരണം സമഗ്ര ശിശുവികസന പരിപാടിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ അങ്കണവാടികളിൽ സമൂലമായിട്ടുള്ള പരിഷ്കരണമാണ് ഈ കാലഘട്ടത്തിൽ നടത്തിവരുന്നത്. കാരണം കുഞ്ഞുങ്ങളുടെ 3 മുതൽ 6 വയസ്സ് വരെയുള്ള പ്രായത്തിലാണ് കുഞ്ഞുങ്ങൾ അങ്കണവാടികളിൽ ആയിരിക്കുന്നത്. അങ്കണവാടികളിലേക്ക് 3 വയസ്സ് കഴിയുമ്പോഴാണ് അവർ എത്തപ്പെടുന്നത്. ഈ ഒരു കാലഘട്ടം, 6 വയസ്സിൽ സ്കൂളിലേക്ക് പോകുന്നതിന് മുൻപ് 3 മുതൽ 6 വരെയുള്ള ഈ കാലഘട്ടം ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. കുഞ്ഞിൻ്റെ വളർച്ചയിൽ, ശാരീരികവും മാനസികവും ബൗദ്ധികവുമായിട്ടുള്ള വളർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാലയളവാണ് ഇത്. അതുകൊണ്ടാണ് പരമ്പരാഗതമായിട്ടുള്ള രീതികൾ, പരമ്പരാഗതമായിട്ടുള്ള പാഠ്യ പദ്ധതികൾ, പരമ്പരാഗതമായിട്ടുള്ള രീതികളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഒട്ടേറെ നൂതനങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ നമ്മൾ നടത്തി വന്നത്. ഏറ്റവും ഒന്നാമത്തേത്
നമ്മുടെ അങ്കണവാടികളെ സ്മാർട്ട് അങ്കണവാടികളാക്കി എന്നുള്ളതാണ്. സ്മാർട്ട് അങ്കണവാടികളാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പരിപാടി നമ്മൾ ഏറ്റെടുത്തു. 189 സ്മാർട്ട് അങ്കണവാടികൾക്കാണ് സംസ്ഥാന സർക്കാർ തന്നെ നേരിട്ട് പണം അനുവദിച്ചുകൊണ്ട് അത് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസാനഘട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതോടൊപ്പം തന്നെ എല്ലായിടത്തും ബഹുമാന്യരായിട്ടുള്ള ജനപ്രതിനിധികളുടെ, MLA-മാരുടെ, MP-മാരുടെ, അതോടൊപ്പം ജില്ലാ പഞ്ചായത്തിൻ്റെ, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ, പഞ്ചായത്തിൻ്റെ ഒക്കെ ഫണ്ടുകൾ അതിലേക്ക് ലഭ്യമാക്കിക്കൊണ്ട് സ്മാർട്ട് അങ്കണവാടികൾ രൂപീകരിക്കുന്നതിന് ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ലക്ഷ്യം ഇതാണ്. നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞിൻ്റെ ശാരീരികം, മാനസികം, ബൗദ്ധികവുമായിട്ടുള്ള വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന അന്തരീക്ഷമാകണം. അതിനു വേണ്ടിയിട്ടുള്ള ഇടങ്ങൾ അവിടെ ഉണ്ടാകണം എന്നുള്ളതാണ്. അതോടൊപ്പം അടുത്ത ഒരു ഘട്ടം, ഈ സർക്കാരിൻ്റെ തുടക്കകാലത്തിൽ നമ്മൾ ചെയ്തത്, സംസ്ഥാനത്തെ മുഴുവൻ വൈദ്യുതി ഇല്ലാത്ത അങ്കണവാടികൾ ഉണ്ടായിരുന്നു. ഏതാണ്ട് 2000-ലധികം 3000-നടുത്ത് അങ്കണവാടികൾ ഉണ്ടായിരുന്നു. വൈദ്യുതി ഇല്ലാത്ത അങ്കണവാടികൾ, വൈദ്യുതി കണക്ഷൻ ഇല്ലാത്ത അങ്കണവാടികൾ. വൈദ്യുതി വകുപ്പുമായിട്ടും തദ്ദേശ വകുപ്പുമായിട്ടും ഒക്കെ ഒരു മീറ്റിംഗ് എടുത്തുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണുന്നതിന് ശ്രമിച്ചു. ആ ഒരു 2800-3000 എന്നുള്ളത് അതിൽ നിന്ന് ഗണ്യമായി കുറഞ്ഞ് ഒരു 200-ൽ താഴെ 100-ൽ പരം അങ്കണവാടികൾ മാത്രമാണ് ഇപ്പോൾ ശേഷിക്കുന്നത്. അതിലേക്ക് പരിമിതപ്പെടുത്തുന്നതിന് സാധിച്ചു. ഈ ശേഷിക്കുന്ന അങ്കണവാടികളിലും അത് പുതുതായിട്ടുള്ള ചില അങ്കണവാടികൾ കൂടി അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അവിടെയും വൈദ്യുതി കണക്ഷൻ എത്തിക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ഏറ്റെടുത്ത ഒരു കാര്യം. പാഠ്യപദ്ധതിയിൽ പരിഷ്കരണം ഉണ്ടാക്കുകയുണ്ടായി. അങ്കണവാടിയിൽ കുഞ്ഞുങ്ങൾ കേൾക്കുന്ന കഥകളിൽ, ചൊല്ലുന്ന പാട്ടുകളിൽ, കവിതകളിലൊക്കെ തന്നെ ആവശ്യമായിട്ടുള്ളൊരു ഓഡിറ്റിംഗ് നടത്തി കൃത്യമായിട്ടുള്ള പ്രതിബിംബങ്ങൾ, കുഞ്ഞുങ്ങളുടെ ബിംബങ്ങൾ കുഞ്ഞുങ്ങളുടെ മനസ്സുകളിൽ പതിയത്തക്ക വിധത്തിലുള്ള പാഠ്യപദ്ധതി പരിഷ്കരണം സാധ്യമാക്കുകയുണ്ടായി. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ടതാണ്, ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ചെയ്തൊരു കാര്യമാണ്, മുട്ടയും പാലും എല്ലാ അങ്കണവാടികളിലും കൊടുക്കുന്നതിന് ആരംഭിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വലിയ പ്രോജക്റ്റാണ് ഇത്. 62 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ഇതിനു വേണ്ടിയിട്ട് സംസ്ഥാന ബജറ്റിൽ അനുവദിച്ചിട്ടുള്ളത്. ആ ബജറ്റിൽ അനുവദിച്ച സംസ്ഥാന സർക്കാരിൻ്റെ തുക കൊണ്ടാണ് അങ്കണവാടികളിൽ മുട്ടയും പാലും പദ്ധതി നമ്മൾ നടപ്പിലാക്കി വരുന്നത്. അത് തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ കൂടുതൽ വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും അതിൻ്റെ തുടർച്ചയായിട്ട് നടത്തുകയുണ്ടായി. ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നതിലൊപ്പം നിൽക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരാണ്. നമ്മുടെ അങ്കണവാടിയിലെ അങ്കണവാടി പ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവരും, ഡയറക്ടറും വകുപ്പ് സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളൊരു കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇത് നടത്തുന്നത്. അങ്കണവാടി പ്രവർത്തകർ ഏറെ ത്യാഗം സഹിച്ചുകൊണ്ടും ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളത് ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. ഇത് പറയുമ്പോൾ അടുത്തിടെ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിട്ടുള്ള ഒരു കുഞ്ഞിൻ്റെ ആവശ്യം, അതിനെക്കുറിച്ച് പറയണം എന്ന് ആഗ്രഹിക്കുകയാണ്. ദേവികുളം ഗ്രാമപഞ്ചായത്തിലെ 1-ാം നമ്പർ അങ്കണവാടിയിൽ ശംഖു എന്ന ഓമന പേരിൽ വിളിക്കുന്ന തൃജുൽ എസ് സുന്ദർ, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ മകനാണ് അവൻ്റെ ഏറ്റവും നിഷ്കളങ്കമായിട്ടുള്ളൊരു ആവശ്യം ഉന്നയിച്ചത്. അവൻ്റെ അമ്മയാണ്, കുഞ്ഞിൻ്റെ അമ്മയാണ് അത് വീഡിയോ എടുത്ത് പുറം ലോകത്തേക്ക് എത്തിച്ചത് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ വളരെ മനോഹരവും വളരെ നിഷ്കളങ്കവുമായിട്ടുള്ളൊരു ആവശ്യമാണ്. ആ കുഞ്ഞ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവൻ അങ്കണവാടിയിൽ ഉപ്പുമാവിന് പകരം ബിരിയാണിയും പൊരിച്ച കോഴിയും വേണം എന്നുള്ളതാണ്. ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ അമ്മയ്ക്കും അങ്കണവാടി ടീച്ചറിനും, അവിടുത്തെ അങ്കണവാടി ടീച്ചറിനും അതോടൊപ്പം അവിടെയുള്ള എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. ശംഖുവിനും, പ്രിയപ്പെട്ട ശംഖുവിനും തീർച്ചയായിട്ടും ശംഖുവിൻ്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് നമുക്കിതൊന്ന് പരിഷ്കരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാം. എങ്ങനെയാണ് നമ്മളുടെ ഇപ്പോഴുള്ള, ഞാൻ പറഞ്ഞല്ലോ, മുട്ടയും പാലും നമ്മളിപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നല്ല വിജയകരമായിട്ട് നടപ്പിലാക്കി വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട CM തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഇപ്പോൾ നിലവിലുള്ള ഒരു മെനു എങ്ങനെ പരിഷ്കരിക്കാമെന്നുള്ളത് തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ശംഖു മോൻ ഉൾപ്പെടെയുള്ള എല്ലാ കുഞ്ഞുങ്ങളോടും പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം, 30 അങ്കണവാടികളാണ് ഇന്ന് പൂർത്തീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ അടങ്കൽ തുക 8.9 കോടി രൂപയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് വളരെ അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് ഇത് സാക്ഷാത്കരിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം സംബന്ധിച്ചതിന് വകുപ്പിനുള്ള സന്തോഷവും നന്ദിയും പ്രത്യേകമായി അറിയിക്കുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. അംഗനവാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനു വേണ്ടി കേരളത്തിൻ്റെ
ആരാധ്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, സഹോദരി സഹോദരന്മാരെ, സംസ്ഥാനത്ത് ഒട്ടാകെയുള്ള 30 സ്മാർട്ട് അംഗൻവാടികളുടെ ഉദ്ഘാടനമാണ് നടക്കുന്നത്. കുട്ടികൾക്കായി നൂതന സൗകര്യങ്ങളുള്ള പഠനശാലകൾ ഒരുങ്ങുന്നത് നമ്മുടെ നാട്ടിൽ ആദ്യമായല്ല. കഴിഞ്ഞ 8.5 വർഷത്തോളം ഇത് നിരന്തരമായി തുറന്നുകൊണ്ടിരിക്കുകയാണ്. സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നു വന്നിരുന്നത്. 45,000-ഓളം ക്ലാസ് മുറികളാണ് സ്മാർട്ട് ക്ലാസ് മുറികളായി മാറിയത്. സ്കൂൾ പഠനകാലത്തേക്ക് കടക്കുന്നതിന് മുൻപുള്ള കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നവയാണ് നമ്മുടെ അംഗൻവാടികൾ. അതുകൊണ്ട് തന്നെ അവയെയും ആധുനിക സൗകര്യങ്ങളോടുകൂടി ഒരുക്കേണ്ടത് ഏറെ അനിവാര്യമാണ്. ആ നിലക്കുള്ള ഇടപെടലായി വേണം സംസ്ഥാനത്തൊട്ടാകെയുള്ള സ്മാർട്ട് അംഗൻവാടികളെ കാണാൻ. 1975 നമ്മുടെ രാജ്യത്ത് ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം നിലവിൽ വന്നത്. അതിൻ്റെ ഭാഗമായാണ് അംഗൻവാടികൾ സ്ഥാപിക്കപ്പെട്ടത്. ICDS പദ്ധതി 50-ാം വർഷത്തിലെത്തി നിൽക്കുമ്പോൾ രാജ്യത്തിനാകെ മാതൃകയാവുന്ന ഒരു മുൻകൈയുമായി മുന്നോട്ട് വരികയാണ് സംസ്ഥാന സർക്കാർ എന്നത് അഭിമാനകരമാണ്. കുട്ടികളെ താജ്യഗ്രാഹ്യ വിവേചന ബോധത്തോടെ വളർത്തിയെടുക്കേണ്ടത് ഏറെ അനിവാര്യമാണ്. എന്നാൽ മാത്രമേ നമ്മുടെ സമൂഹം പുരോഗമനോന്മുഖമായി മുന്നേറുകയുള്ളൂ. അത് മനസ്സിൽ വെച്ച് പ്രവർത്തിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാകണം. പ്രത്യേകിച്ച് അവരുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ വലിയ പങ്കുവഹിക്കുന്ന അംഗൻവാടി വിദ്യാലയ പ്രവർത്തകർ. കുട്ടികളുടെ ക്ഷേമം ലക്ഷ്യം വെച്ചുള്ള നിരവധി പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത്. അതവരുടെ ഗർഭാവസ്ഥയിലുള്ള കാലം മുതൽക്കേ ആരംഭിക്കുന്നുമുണ്ട്. മാതാവിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും കുട്ടികളുടെ ഭാരം, ഉയരം എന്നിവ അംഗൻവാടി തലം മുതൽ തന്നെ രേഖപ്പെടുത്തുന്നതിനുമുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ ദുരന്തമുണ്ടായത്. നമുക്കെല്ലാവർക്കും വലിയ വേദനയുണ്ടാക്കിയ ദുരന്തമാണത്. ആ ദുരന്തങ്ങളിൽ വലിയ നാശനഷ്ടമുണ്ടായി. അവിടുത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിന് സംസ്ഥാന സർക്കാർ മുഖ്യ പ്രാധാന്യമാണ് നൽകിയത്. ഇതിനു പുറമെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് 5 ലക്ഷം രൂപ ധനസഹായമായും 4,000 രൂപ പ്രതിമാസ ധനസഹായമായും അനുവദിച്ചിട്ടുണ്ട്. ഈ മാതൃക കോവിഡ് മഹാമാരിയുടെ കാലത്തും നമ്മൾ പിന്തുടർന്നതാണ്. അന്ന് കോവിഡ് ബാധിച്ച് മാതാപിതാക്കൾ മരണപ്പെട്ട കുട്ടികളുടെ സംരക്ഷണം ഉറപ്പാക്കാനായി പ്രത്യേകം ധനസഹായം ഏർപ്പെടുത്തിയിരുന്നു. ഓരോ കുട്ടിക്കും 3 ലക്ഷം രൂപയാണ് അന്ന് നമ്മൾ നൽകിയത്. 2,000 രൂപ പ്രതിമാസ ധനസഹായമായി നൽകി വരുന്നുണ്ട്. കുട്ടികൾക്കായുള്ള ചൈൽഡ് ഹെൽപ്പ് ലൈനുകളും വിഷമതി അനുഭവിക്കുന്ന കുട്ടികൾക്ക് അടിയന്തര ധനസഹായം ലഭ്യമാക്കുന്നതിനായി ബാലനിധിയും പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ കുട്ടികളുടെ ക്ഷേമത്തിന് സർക്കാർ എത്രമാത്രം പ്രാധാന്യമാണ് നൽകുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ്. ഇന്ന് സംസ്ഥാനത്തൊട്ടാകെ 33,000-ലധികം അംഗൻവാടികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവയിൽ 7,144 എണ്ണം വാടക കെട്ടിടങ്ങളിലാണ്. അവയ്ക്കെല്ലാം തന്നെ സ്വന്തമായ മികവുറ്റ കെട്ടിടങ്ങൾ ലഭ്യമാക്കാനും ഉള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. നിലവിൽ 58 കോടി രൂപ ഇതിനായി നീക്കി വച്ചിട്ടുണ്ട്. 200ഓളം അംഗൻവാടികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഇതിൻ്റെ എല്ലാം ഭാഗമായാണ് ഇന്നത്തെ ഈ ഉദ്ഘാടനവും നടക്കുന്നത്. ഈ അവസരത്തിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. അംഗൻവാടികൾ കേവലം കുട്ടികളെ പരിചരിക്കുന്ന സ്ഥാപനങ്ങൾ മാത്രമല്ല, അവ യഥാർത്ഥത്തിൽ ക്ഷേമ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ കൂടിയാണ്. സമൂഹത്തിൻ്റെ പല പാർശ്വവൽകൃത വിഭാഗങ്ങളിൽപ്പെട്ടവർക്കും ഉപജീവനം നൽകുന്ന കേന്ദ്രങ്ങളാണവ.
അവരിൽ 95% സ്ത്രീകളാണ്. അതുകൊണ്ടാണ് അവ ക്ഷേമമേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് എന്ന് പറഞ്ഞത്. ആശാപ്രവർത്തകർ, അംഗൻവാടി വർക്കർമാർ, സ്കൂൾ ഉച്ചഭക്ഷണ തൊഴിലാളികൾ എന്നിങ്ങനെയുള്ളവർ ചില പരാധീനതകൾ നേരിടുന്നതായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഇതിൻ്റെ കുറ്റം സംസ്ഥാന സർക്കാരിന് മേൽ ചാർത്താൻ ചില ശ്രമങ്ങൾ ഉണ്ടാവുകയാണ്. ഇവയെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ അധീനതയിലുള്ള സ്കീം തൊഴിലുകളാണ്. എന്നാൽ ഇവരെയൊന്നും പലപ്പോഴും തൊഴിലാളികളായി അംഗീകരിക്കാൻ പോലും കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. ICDSൻ്റെ ഭാഗമായുള്ള നിങ്ങളോട് അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. എന്നാലും കേന്ദ്രവും കേരളവും സ്വീകരിക്കുന്ന സമീപനങ്ങളിലെ വ്യത്യാസം നിങ്ങൾ തിരിച്ചറിയുക തന്നെ വേണം. അംഗൻവാടി വർക്കർമാർക്ക് 4500 രൂപയും ഹെൽപ്പർമാർക്ക് 2250 രൂപയുമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. എന്നാൽ കേരളം നൽകുന്നതോ 8500 രൂപയും 6750 രൂപയും. കേന്ദ്രം നൽകുന്ന തുകയ്ക്ക് പുറമെ അധികം ഫണ്ട് വകയിരുത്തിയാണ് സംസ്ഥാനം ഈ തുക ലഭ്യമാക്കുന്നത്. സ്കൂൾ ഉച്ചഭക്ഷണ തൊഴിലാളികളുടെ കാര്യത്തിലും കേന്ദ്രവും കേരളവും തമ്മിലുള്ള വ്യത്യാസം ദൃശ്യമാണ്. കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന പ്രതിമാസ വേതനം 1000 രൂപ മാത്രമാണ്. കേരളം നൽകുന്നതാകട്ടെ പ്രതിദിനം 600 മുതൽ 675 രൂപ വരെയും. കേന്ദ്രം നൽകുന്നതിനേക്കാൾ പണം ചെലവഴിച്ചുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനം കുട്ടികളുടെ ആരോഗ്യവും ക്ഷേമവും ഉറപ്പാക്കുന്ന ഇത്തരം ഇടപെടലുകൾ നടത്തുന്നത് എന്നിരിക്കെ സംസ്ഥാന സർക്കാരിനെ മോശമായി കാണിക്കാൻ ചില കുത്സിത ശ്രമങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇത് വ്യക്തമാക്കിയത്. കുഞ്ഞുങ്ങളെ പരിചരിക്കുന്നവർ നമ്മുടെ നാടിൻ്റെ ഭാവിയാണ് പരിചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാർ കാര്യമായി തന്നെ ഇടപെടും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൂട്ടായ പ്രവർത്തനത്തിലൂടെ നമുക്ക് മുന്നേറാമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ സ്മാർട്ട് അങ്കണവാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം സന്തോഷപൂർവ്വം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.
ബഹുമാനപ്പെട്ട ആരോഗ്യ വനിതാ ശിശു വികസന മന്ത്രി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മാഡം ഇപ്പോൾ വിളക്ക് തെളിയിച്ച് ഈ യോഗത്തിൽ തെളിയിച്ചതിന് ശേഷം യോഗത്തിൽ നമ്മോടൊപ്പം 2 വാക്ക് സംസാരിക്കുകയും ചെയ്യുന്നതാണ്. നമ്മോട് 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജിനെ വിനയപുരസ്സരം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ MLA ശ്രീ CK ഹരീന്ദ്രൻ, ബഹുമാന്യയായ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഡയറക്ടറും അടക്കം ഏറ്റവും പ്രിയപ്പെട്ടവരെ, ബഹുമാന്യരായിട്ടുള്ള ജനപ്രതിനിധികൾ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് അംഗം, അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ബഹുമാന്യ ജനപ്രതിനിധികളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അധ്യക്ഷ പ്രസംഗം കഴിഞ്ഞതാണ്. ഒരു വാക്ക് സന്തോഷവും നന്ദി അറിയിക്കാനാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ ഈ സ്മാർട്ട് അങ്കണവാടിയുടെ ഉദ്ഘാടനത്തിന് സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇവിടെ നടത്തപ്പെടുന്നത്. ഒറ്റശേഖരമംഗലം പഞ്ചായത്തിലെ 60-ാം നമ്പർ അങ്കണവാടിയാണ് ഇന്ന് സ്മാർട്ട് അങ്കണവാടി ആയിരിക്കുന്നത്. ഈ ജനാർദ്ദനപുരം ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഈ അങ്കണവാടികളുടെ ഉദ്ഘാടനത്തിൻ്റെ 30 അങ്കണവാടികളാണ് സംസ്ഥാനത്തുടനീളം. അതിൽ നമ്മുടെ ഈ നാട്ടിലെ അങ്കണവാടി ഉൾപ്പെടെ ഉദ്ഘാടനത്തിന് എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തരോടും ഹൃദയപൂർവ്വമായ നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. അതോടൊപ്പം ബഹുമാന്യനായിട്ടുള്ള MLA-യുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാൻ ഏറ്റവും കൂടുതൽ വന്ന് പ്രവർത്തനങ്ങളിൽ പങ്കാളി ആയിട്ടുള്ളൊരു നിയോജക മണ്ഡലം കൂടിയാണ് ഇത്. എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങൾക്കും MLA-യും ഫണ്ട് വെച്ചിട്ടുണ്ട്. ഇനി MLA ഫണ്ട് വെക്കാത്തത് സർക്കാരും ഫണ്ട് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളും നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വനിതാ ശിശു വികസന വകുപ്പിൻ്റെ അങ്കണവാടികളുമായി ബന്ധപ്പെട്ട് ഒരു കാര്യമേ ഉള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങൾ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളാണ് അങ്കണവാടിയിലെത്തുന്നത്. അപ്പോൾ ആ കുഞ്ഞുങ്ങൾ ഏറ്റവും മികച്ച നിലയിൽ വളർന്നു വരണമെന്നാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്, നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളും. അപ്പോൾ അവർക്ക് ശാരീരികം, മാനസികം, ബൗദ്ധികമായ വളർച്ചയ്ക്ക് തക്കവണ്ണമുള്ള അന്തരീക്ഷം ഒരുക്കുക എന്നുള്ളതാണ് ഡിപ്പാർട്ട്മെൻറ്റ് ശ്രമിക്കുന്നത്, സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഡയറക്ടറും എല്ലാം നമ്മുടെ അങ്കണവാടി പ്രവർത്തകരുൾപ്പെടെ എല്ലാവരും അതിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ത്യാഗപൂർണമായ പ്രവർത്തനമാണ് നിങ്ങൾ ഓരോരുത്തരും നടത്തുന്നത്. നമ്മുടെ അങ്കണവാടി പ്രവർത്തകരുണ്ട്, ഇവിടെ നമ്മുടെ ആശമാരുണ്ട്, അതുപോലെ ഹരിതകർമ്മ സേനാംഗങ്ങളുണ്ട്, കുടുംബശ്രീയിലെ മറ്റ് അംഗങ്ങളുണ്ട്. എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് പഞ്ചായത്തിനോട് ഉള്ള നന്ദി അറിയിച്ചുകൊണ്ട്, ബഹുമാനപ്പെട്ട MLA-യോടും ഈ നാടിനോടും ഉള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി മിനിസ്റ്റർ. ബ്ലോക്ക് പ്രസിഡന്റ് ഇവിടെ
നിങ്ങളോട് അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ഞാനും മിനിസ്റ്ററും നമ്മുടെ ഡയറക്ടറും അതുപോലെ എൻ്റെ ഞങ്ങൾ 4-5 പേരായി അങ്ങോട്ട് പോകും. ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റ് അടക്കം. അവിടെ ഒന്നാമത് നിങ്ങൾക്കറിയാമല്ലോ, ആ വാഹനങ്ങൾ അങ്ങനെ പോകാൻ പറ്റില്ല. 2 വാഹനത്തിന് പോവാം. പോയി നാടൻ മുറിച്ച് ഉദ്ഘാടനം ചെയ്യും. അതിൽ നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിയുന്നവർക്ക് നടന്നു വരാം. ഒരു അല്പം ദൂരേ ഉള്ളൂ, 200 മീറ്ററേ ഉള്ളൂ. എന്നാലും ഈ വെയിലായതുകൊണ്ടാണ് കുറച്ച് പേര് അങ്ങോട്ട് വരിക. അങ്ങനെയുള്ള ഇതാ നിങ്ങളൊരു പ്രശ്നം. ആശംസ അങ്ങോട്ട് പറഞ്ഞിരിക്കുക.
കേരളത്തിനകത്ത് 30-ന് മേൽ പ്രായമുള്ള എല്ലാ സ്ത്രീകളിലും ക്യാൻസർ സ്ക്രീനിംഗ് നടത്താൻ പാകത്തിന് ഒരു ബൃഹത് പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് എന്ന് പറയുമ്പോൾ നാളെ മുതൽ മാർച്ച് 8 വരെയുള്ള കാലഘട്ടം വളരെ ഇൻറ്റൻസീവായ സ്ക്രീനിങ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുകയാണ് ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ സഹകരണത്തോടെ. അപ്പോൾ അതിന് ചുക്കാൻ പിടിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ ജോലിയല്ല. ഇന്നലെയും രാവിലെയും വൈകുന്നേരവുമായിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും മീറ്റിംഗ് എടുത്ത് ഇന്ന് രാവിലെ പ്രസ്സിനെയും അഭിസംബോധന ചെയ്ത ശേഷമാണ് മാഡം ഇങ്ങോട്ട് എത്തിയത്. അപ്പോൾ ഇങ്ങനെ വളരെ തിരക്ക് പിടിച്ച ജോലിക്കിടയിൽ ഒന്ന് ഓടി വന്ന് നമ്മളെ കണ്ട് ഈ 30 അംഗൻവാടികളുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് ശരിക്കും എല്ലാ നേതൃത്വവും തരുന്ന നമ്മുടെ പ്രിയപ്പെട്ട മിനിസ്റ്ററിന് ഇവിടെ കൂടിയ ഓരോരുത്തരുടെയും പേരിൽ ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ 2 തവണ ഷെഡ്യൂൾ ചെയ്ത ഒരു പ്രോഗ്രാമാണ്. ആദ്യം തൃശ്ശൂരിലും പിന്നെ കണ്ണൂരിലുമായി നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുക്കുന്ന ചടങ്ങായാണ് നമ്മളിതിനെ വിഭാവനം ചെയ്തിരുന്നതും. അതിനുശേഷം കണ്ണൂരത്തെ പരിപാടി നമുക്ക് മാറ്റിവെക്കേണ്ടി വരുമ്പോൾ കേരളത്തിനകത്ത് അംഗൻവാടികളുടെ നേതൃത്വത്തിൽ കേരളത്തിൽ കുഞ്ഞുങ്ങൾ റെന്റഡായ ബിൽഡിങ്ങിൽ ഇരുന്ന് പഠിക്കുകയും ചെയ്യരുത് എന്ന പൂർണ്ണ വിശ്വാസത്തോടെയാണ് നമ്മുടെ ആദരണീയനായ CM ഈ പരിപാടി ഞാൻ ഓൺലൈനായിട്ട് മാത്രമായിരിക്കും പങ്കെടുക്കുന്നത്, നടത്തൂ, നമ്മുടെ കുഞ്ഞുങ്ങൾ അംഗൻവാടിയിൽ വന്നിരുന്ന് പുതിയതായി നിർമ്മിച്ചെടുത്ത അംഗൻവാടിയിൽ വന്നിരുന്ന് പഠിക്കട്ടെ എന്ന അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും പെട്ടെന്ന് നമുക്ക് ഈ ഒരു ഇനോഗ്രേഷൻ നടത്താൻ പറ്റിയത്. അപ്പോൾ ഓൺലൈനായി എത്തി നമുക്ക് വേണ്ട നേതൃത്വം നൽകിയ നമ്മുടെ ആദരണീയനായ CM-ന് പിണറായി വിജയൻ അവർക്ക് ഇവിടെ കൂടിയ ഓരോരുത്തരുടെയും പേരിൽ ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. ഇനി എനിക്ക് തോന്നുന്നു നന്ദി എങ്ങനെ പറയണം എന്ന് ഞങ്ങൾക്കറിയാത്ത രീതിയിൽ ഇത്രയും ഭംഗിയായി ഏവരെയും ഒരുമിപ്പിച്ച് കൂട്ടി ഈ പരിപാടി നടത്തുന്നതിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചത് നമ്മുടെ MLA ആണ്. ഏറ്റവും പ്രിയങ്കരനായ ശ്രീ CK ഹരീന്ദ്രൻ അവർക്ക് ഇവിടെ കൂടിയ ഓരോരുത്തരുടെയും പേരിൽ നമ്മുടെ വകുപ്പിൻ്റെ പേരിലുള്ള അകമഴിഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ ഒപ്പം നിൽക്കുന്ന, ഒരേ മനസ്സോടെ ഒപ്പം പിടിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമിള മേരി ജോസഫ് മാഡത്തിന് ഏറ്റവും ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ്. ഒപ്പം നിങ്ങൾക്കറിയാം, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റ് ഇവിടെ ആദ്യ അവസാനക്കാരനായി തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കൂടിയ ഓരോരുത്തരുടെയും പേരിൽ വകുപ്പിൻ്റെ പേരിൽ ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. പെരിങ്കടവിള ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ താണുപിള്ള, പ്രസിഡന്റ് ഒറ്റശേഖരമംഗലം ഗ്രാമപഞ്ചായത്ത് ശ്രീമതി R ചെറുപുഷ്പം, ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി അൻസജിത റസൽ, വൈസ് പ്രസിഡന്റ് പെരിങ്കടവിള ബ്ലോക്ക് പഞ്ചായത്ത് ശ്രീമതി R സിമി, ഏവർക്കും ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ശ്രീ T വിനോദ് അവർകൾ, ചെയർമാൻ വികസനകാര്യം, ശ്രീമതി KR സുനിത, ചെയർപേഴ്സൺ ക്ഷേമകാര്യം, ശ്രീ J ഷൈൻകുമാർ, ചെയർമാൻ ആരോഗ്യ വിദ്യാഭ്യാസം, ശ്രീ G ലാൽകൃഷ്ണൻ, ഡിവിഷൻ മെമ്പർ പെരിങ്കടവിള ബ്ലോക്ക് പഞ്ചായത്ത്, ശ്രീ ഗോകുൽ വാർഡ് മെമ്പർ, ഏവർക്കും ഏറ്റവും സ്നേഹപൂർവ്വം ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ഇനി എനിക്ക് തോന്നുന്നു ഈ ഒരു സ്കൂളിന് ഇന്ന് അവധി കൊടുത്ത് ക്ലാസ്സൊക്കെ മാറ്റി ശനിയാഴ്ചയിലേക്ക് വെച്ച് നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ട എല്ലാ ഭൗതിക സാഹചര്യവും ഒരുക്കി തന്ന നമ്മുടെ സ്കൂളിൻ്റെ മാനേജർക്ക് ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. ഒപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ഒരു പരിപാടി ഇത്രയും ഭംഗിയായി നടത്താനായിട്ട് ശിവന്യ ഉൾപ്പെടെ സോഫി, അനീറ്റ, ഏവരും ഇവിടെ ഒരുപാട്, ജിത്തിനുണ്ട്, ദിബിനുണ്ട്, ഏവരും എനിക്ക് തോന്നുന്നു ഇന്നലെ ഞായറാഴ്ചയായിട്ട് കൂടി എല്ലാവരും ഇവിടെ ഒരു ഉച്ച സമയം മുതൽ ഉണ്ട്. അതിനൊപ്പം നിങ്ങളും അതുപോലെ തന്നെ ഒരേ മനസ്സോടെ വന്ന് ചേർന്നിരുന്നു എന്ന് എനിക്കറിയാം. അപ്പം ഈ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾക്ക് ഏവർക്കും ഏറ്റവും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഞാൻ ആദ്യം നന്ദി പറഞ്ഞ നിങ്ങൾ ഓരോരുത്തരും ഏറ്റവും സ്നേഹപൂർവ്വം ഇനിയും നമുക്ക് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ. ഒരുപാട് പുതിയ പരിപാടികൾ നമ്മൾക്ക് ഏറ്റെടുത്ത് നടത്തേണ്ടതുണ്ട്. കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ സിലബസും കരിക്കുലവും എല്ലാം പരിഷ്കരിച്ച് നമ്മൾ പഠിപ്പിക്കുന്ന രീതിയും കുട്ടികളിലേക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നതുമൊക്കെ പരിഷ്കരിച്ച് വരേണ്ടതുണ്ട്. പക്ഷേ എനിക്ക് വളരെ പോസിറ്റീവായ പ്രതീക്ഷ തന്നെയാണുള്ളത്. കാരണം ഇവിടെ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ പാടിയ ഈശ്വര പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചു ഇല്ലേ? അതായത് ഈശ്വരൻ സത്യമായിട്ടും നീതിയായിട്ടും ഞാൻ കാണുന്ന മറ്റുള്ളവരായിട്ടും ഒക്കെ എനിക്ക് തോന്നണമേ എന്ന് പറയുന്ന ഒരു ഈശ്വര പ്രാർത്ഥനയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പാടിയത്. അപ്പോൾ ശരിക്കും അത്രയും ഹൃദയവിശാലതയോടെ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരാൻ, അവർക്ക് ആ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ പ്രാപ്തരായ നിങ്ങൾക്കിനി കൂടുതലൊരു മേളിൽ നിന്നുള്ളൊരു ഡയറക്ഷൻ്റെ ആവശ്യമില്ല എന്നുള്ളത് എനിക്കറിയാം. അപ്പം ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. കാര്യപരിപാടികൾ അവസാനിക്കുന്നതിന് മുമ്പ്
ഒരു അസുലഭ സുന്ദര നിമിഷത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിൽ നമ്മൾ കണ്ടതാണ്, ഒരു 11ാം ക്ലാസ്സുകാരൻ അദ്ദേഹത്തിൻ്റെ പേരിങ്ങനെ ആവർത്തിച്ചെഴുതി അദ്ദേഹത്തിൻ്റെ മനോഹരമായ ചിത്രം വരച്ചു. അതുപോലെ നമ്മുടെ ഈ വിശിഷ്ട അതിഥികൾക്ക് നൽകുന്നതിന് വേണ്ടി നമ്മുടെ ഒരു കുഞ്ഞനുജത്തി കുമാരി പാർവതി, നമ്മുടെ വാഴ്ചൽ ഇമാനുവൽ കോളേജിലെ സ്റ്റുഡൻ്റാണ്. കുത്തിവര എന്ന് പറയുന്നൊരു ആർട്ടാണ്. അതൊരു പടം വരയ്ക്കുന്നതിന് 5 മണിക്കൂറാണ് ആ നിശ്ചല ദൃശ്യത്തിന് മുമ്പിൽ ഇരിക്കുന്നത്. അത്രയും സ്ട്രെയിൻ ചെയ്താണ് ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെയും ബഹുമാനപ്പെട്ട MLAയുടെയും ശർമിള മാഡത്തിൻ്റെയും ഹരിത മാഡത്തിൻ്റെയും അതുപോലെ കളക്ടർ മാഡത്തിൻ്റെയും ഒക്കെ പടം വരച്ചിട്ടുണ്ട്. പുള്ളിക്കാരത്തി നമ്മുടെ സദസ്സിൽ തന്നെ ഇരിപ്പുണ്ട്. ഞാനൊന്ന് വിളിച്ചോട്ടെ. അപ്പം പാർവതിയെ നല്ലൊരു കയ്യടിയോടെ സ്വീകരിക്കാം. ഈ ഒരു നമ്മുടെ മിനിസ്റ്റർ പറഞ്ഞത് പോകുന്ന സമയത്ത് ഈ ചിത്രം കൊടുത്തയക്കുക, ഫേസ്ബുക്ക് പേജിൽ ഉറപ്പായിട്ടും ഞാനത് മെൻഷൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് വലിയൊരു അംഗീകാരം കൂടിയാണ്. അപ്പം പാർവതിയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ആദ്യം തന്നെ നമുക്ക് ഹരിത മേഡത്തിൻ്റെ ആ ഒരു ചിത്രം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. കൊടുത്തു. ആ ഒരു കുത്തിവര എന്ന് പറയുന്ന ആ ഒരു മനോഹരമായിട്ടുള്ള ആ ഒരു വരകൾ 5 മണിക്കൂറാണ് ഒരേ പാർവതി ഇന്നലെ ഞാൻ വിളിക്കുന്ന സമയത്തും പറഞ്ഞത് 2 ദിവസം കോളേജിൽ പോലും പോകാതെ ഇരുന്ന് വരയ്ക്കുകയുണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ചെറിയൊരു വരുമാനം കൂടിയാണ്. കാരണം അത്തരത്തിൽ ഉള്ള കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. തീർച്ചയായിട്ടും ആദ്യത്തേത് ഹരിത മാഡത്തിൻ്റെ ഏൽപ്പിച്ചു കഴിഞ്ഞു. അതുപോലെ നമ്മുടെ പ്രോഗ്രാം ഓഫീസർ ജോയിൻറ്റ് ഡയറക്ടർ ശിവന്യ മാഡം ഉൾപ്പെടെയുള്ളവരെ കൂടെ ഒന്ന് വേദിയിലേക്ക് വിളിക്കുകയാണ്. കാരണം ഈ ഒരു അത് എത്തിക്കേണ്ടതുണ്ട് സമയത്തതായിട്ട്. ശർമിള മാഡത്തിൻ്റെത് കൊടുക്കാം സാർ. ഗോപൻ സാർ, ശിവന്യ മാഡം, ശർമിള മാഡത്തിൻ്റെ അതിമനോഹരമായിട്ടുള്ള നെറ്റിൽ നിന്നെടുത്ത ഒരു ഫോട്ടോയാണ്. അതും ഹരിത മാഡത്തെ ഏൽപ്പിക്കുകയാണ്. കൊടുത്തു അടുത്ത നമ്മുടെ കളക്ടർ മാഡത്തെ അനുകുമാരി മാഡത്തിൻ്റെ അത് ആ ഒരു ഇത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി താണുപിള്ള അവர்கள் അത് മാഡത്തിന് കൈമാറുന്നതാണ്. നമ്മുടെ കളക്ടർ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ. അതെ നിങ്ങൾ കൊടുക്കുകയാണ്. അതുപോലെ അടുത്ത് നമ്മുടെ ബഹുമാന്യായ പാറശാലയുടെ അമരക്കാരൻ നമ്മുടെ പ്രിയങ്കരനായ MLAയുടെ ആ ഒരു ഛായാചിത്രമാണ്. അതും എല്ലാ വിശിഷ്ട വ്യക്തിത്വത്തിൻ്റെയും മുന്നിൽ വെച്ച് ആ ഒരു രചന, മനോഹരമായ പിക്ചർ. നല്ലൊരു കൈയ്യടി കൊടുക്കാം. അതെ, ബഹുമാനപ്പെട്ട MLAക്ക് നേരിട്ട് കൊടുക്കാം. അതുപോലെ നമ്മുടെ വലിയ തിരക്കുകൾക്കിടയിലും നമുക്കറിയാം, നമ്മളിവിടെ അധ്യക്ഷ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നു. അതിനിടയ്ക്ക് തന്നെ തിരുവനന്തപുരത്തും ഇവിടെ എത്തി ഒറ്റശേഖരമംഗലത്തിൻ്റെ മണ്ണിലേക്കും മനസ്സിലേക്കുമാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ എത്തിച്ചേർന്നത്. തീർച്ചയായിട്ടും മിനിസ്റ്ററുടെ അതിമനോഹരമായ ചിത്രമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അത് തന്നെയാണ്. ആ ഒരു ചിത്രം മിനിസ്റ്റർക്ക് കൈമാറും. അത് ഹരിത മാഡത്തെ ഏൽപ്പിക്കുകയാണ്. നമ്മുടെ ഈ പ്രോഗ്രാം എല്ലാം നമ്മൾ ഉദ്ഘാടകനായി എത്തിയത്, ഓൺലൈൻ ഉദ്ഘാടനം ചെയ്തത് കേരളത്തിൻ്റെ ആരാധ്യനായ മുഖ്യമന്ത്രിയാണ്. കേരളത്തിൻ്റെ സ്വന്തം ക്യാപ്റ്റൻ പറയുവാൻ വാക്കുകൾക്ക് അതീതമാണ്. അദ്ദേഹത്തിൻ്റെ മനോഹരമായ ചിത്രവും ഈ വേദിയിൽ വെച്ച് നൽകുന്നു. അതുപോലെ നമ്മുടെ ഈ പ്രോഗ്രാം കാര്യപരിപാടിയിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകരുടെ വലിയൊരു തൊഴിലുറപ്പ് മേഖലയിലെയും ആശാ വർക്കർമാരുടെയും ഹരിതകർമ്മസേനക്കാരുടെയും ICDS ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരുടെയും വലിയൊരു സഹായ സഹകരണങ്ങളും വലിയൊരു കോമ്പിനേഷൻ എല്ലാവരും എത്തിച്ചേർന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ ഒരു ചെറിയൊരു റാലിയോടുകൂടിയാണ് ഈ ഒരു ഉത്സവം, ഈ ഒരു മാമാങ്കത്തെ വരവേറ്റുകൊണ്ട് നമ്മുടെ കുടുംബശ്രീ അംഗങ്ങൾ എത്തിച്ചേർന്നത്. അതിലെത്തിച്ചേർന്ന ഏറ്റവും മികച്ച ടീമിനൊരു മെമൻറ്റോ ഉണ്ട്. അത് നമ്മുടെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു സുരേഷ് അവരുടെ വാർഡ്, കടമ്പറ വാർഡിലെ CDS മെമ്പേഴ്സും ആരെങ്കിലും ഉണ്ടെങ്കിൽ മഞ്ജു സുരേഷ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തന്നെ ഉണ്ട്, എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒരു നല്ലൊരു കൈയ്യടി കൊടുക്കാം. ADS അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ വന്ന് വാങ്ങാം.
തീർച്ചയായിട്ടും നമ്മുടെ ഈ കാര്യപരിപാടി ഇന്ന് ഈ വേദിയിൽ പൂർണ്ണമാവുകയാണ്. ഇവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടെ എല്ലാവിധ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. യോഗ നടപടികൾ അവസാനിച്ചിരിക്കുന്നു.